സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വിഹരിച്ചത് ഉന്നതരുടെ ആശീർവാദത്തോടെയെന്ന് ഹൈക്കോടതി. അന്വേഷണം ഉന്നതരിലേക്ക് നീളണമെന്നും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളായ എസ് ജയശ്രീ, എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ഫലപ്രദമായി നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. തെറ്റ് ചെയ്ത ആരെയും പാർട്ടി സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി എറണാകുളത്ത് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. ഹൈക്കോടതിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലപ്രദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഹൈക്കോടതിന്റെ മേൽനോട്ടവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ വഴിക്ക് നമുക്ക് ആ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്താം. പിന്നെ CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നത് CPIM വ്യക്തമാക്കിയുള്ള കാര്യവുമാണ്. അതേസമയം ജയിലിലേക്ക് CPIM നേതാക്കളുടെ ഘോഷയാത്രയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. മുൻ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, അതുപോലെ ദൈവതുല്യനായ ആളെന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ വൻതോക്കുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള CPM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കോടതി ഈ ജയശ്രീയുടെയും ശ്രീകുമാറിന്റെയും ഒക്കെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത് വൻതോക്കുകളുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാറോ അല്ലെങ്കിൽ അതിലൊരു തീരുമാനത്തിലെത്താനോ ആയിട്ടില്ല, ഉന്നതരിലേക്ക് അന്വേഷണം പോകണം എന്നാണല്ലോ. എന്തൊക്കെയാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും? അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ SIT-യുടെ പ്രവർത്തനങ്ങളെ ഫലപ്രദം എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനോടുള്ള രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിഷ്ണു? GK, ഇന്നലെയാണ് എസ് ജയശ്രീയുടെയും ശ്രീകുമാറിന്റെയും ജാമ്യ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് സിംഗിൾ ബെഞ്ചിന്റെ പ്രധാനപ്പെട്ട നിരീക്ഷണമുള്ളത്. അത് ഇങ്ങനെയാണ്: ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് അയാൾക്ക് ഉന്നതരുമായുള്ള ബന്ധമാണ്. അയാൾക്ക് അവരുടെ ആശീർവാദം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ നടക്കുന്ന അന്വേഷണം കേവലം ഉദ്യോഗസ്ഥരിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കാതെ അതിനപ്പുറത്തേക്കുള്ള ഉന്നതരിലേക്ക് പോകണം. ബിഗ് ഗൺസ് എന്ന വാക്കാണ് ഹൈക്കോടതി ഉത്തരവിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള ഗൂഢാലോചനയൊക്കെ പുറത്തു വരണമെങ്കിൽ ഈ ഉന്നതരിലേക്ക് അന്വേഷണം പോയാൽ മാത്രമേ സാധ്യമാകൂ എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നു. ഒപ്പം നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേവലം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ അത്തരത്തിലൊരു കൊള്ള ശബരിമലയിൽ നടക്കില്ല എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചിട്ടുണ്ട്. നേരത്തെ ദേവസ്വം ബെഞ്ചാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയെങ്കിൽ ഇപ്പോൾ അഴിമതി നിരോധന നിയമം വന്ന പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിലേക്ക് ഈ ജാമ്യ ഹർജി വരികയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടാവുകയും ചെയ്തത്. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടാണ്. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ UDF-ന്റെ ഒരു വിയോജിപ്പുള്ളത് ഈ പത്മകുമാർ അടക്കമുള്ള പ്രതികൾ ജയിലിലായിട്ടും അവരെ പുറത്താക്കാൻ ഒരു നടപടി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ സ്വീകരിക്കുന്നില്ല. ഈ അഴിമതിക്കാർക്ക് കുടപിടിക്കുന്ന നിലപാടാണ് LDF-ന്റെ ഭാഗത്തും CPM-ന്റെ ഭാഗത്തും ഒക്കെ ഉണ്ടാകുന്നത് എന്ന വിയോജിപ്പാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉയർത്തിയിട്ടുള്ളത്. GK. ശരി, വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.